ഹലോ നമസ്കാരം. ആധാർ ഉള്ള എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഇന്നത്തെ A to Z ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. ശ്രദ്ധിക്കുക, 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ആളുകളും ശ്രദ്ധയോടുകൂടി കേൾക്കുക. വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ എസ് എന്നും, അതല്ല പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ജെൻഡർ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ തെറ്റുണ്ടെങ്കിൽ നോ എന്നും, എന്താണ് തെറ്റെന്ന് കമൻറ്റ് ചെയ്താൽ അതെങ്ങനെ തിരുത്താം, അതിനെന്തെല്ലാം രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്, അതിന് അക്ഷയ സെൻറ്ററിൽ പോകേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കുന്നതാണ്. ആദ്യത്തെ കാര്യമാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. അതായത് നിങ്ങളുടെ ആധാർ എടുത്തത് 5 വയസ്സിന് മുൻപാണെങ്കിൽ 5 വയസ്സിലും അതുപോലെ 15 വയസ്സിലും നിർബന്ധമായും ആധാർ വിവരങ്ങൾ പുതുക്കേണ്ടതാണ്. ഇതിൽ പുതുക്കുന്നത് വിരലടയാളവും അതുപോലെ ഫോട്ടോയും ഐറിസ് തുടങ്ങിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങളാണ്. ഇത് നിങ്ങൾ കൃത്യസമയത്താണ് പുതുക്കുന്നതെങ്കിൽ അക്ഷയ സെൻറ്ററിൽ യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല, തികച്ചും സൗജന്യമാണ്. അതായത് നിങ്ങൾ 5-ാം വയസ്സിലും അതുപോലെ 15-ാം വയസ്സിലും കൃത്യമായിട്ടാണ് പുതുക്കുന്നതെങ്കിൽ 1 രൂപ പോലും അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ നൽകേണ്ടതില്ല. അതല്ല നിങ്ങൾ 7 അല്ലെങ്കിൽ 8 വയസ്സായിട്ടാണ് പുതുക്കുന്നത്, അതല്ലെങ്കിൽ ഒരു 18-19 വയസ്സായിട്ടാണ് ഈ ഒരു അപ്ഡേഷൻ ചെയ്യുന്നതെങ്കിൽ 125 രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ നൽകേണ്ടതായിട്ടുള്ളത്. ഇത് സ്വന്തമായി ചെയ്യുവാൻ സാധ്യമല്ല, കാരണം വിരലടയാളവും ഫോട്ടോയും എല്ലാം എടുക്കുന്നതിന് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ നേരിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിരലടയാളം റേഷൻ കടയിലും മറ്റു ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ട ഒരു സ്ഥലത്തും ലഭിക്കുകയില്ല. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കട്ടാവുകയും അതുപോലെ നിങ്ങളുടെ ഫോട്ടോ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും 5-ാം വയസ്സിലും 15-ാം വയസ്സിലും മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട, അതായത് എല്ലാ ആളുകളും ആധാറുള്ള എല്ലാ ആളുകളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൊബൈൽ നമ്പർ ലിങ്കിങ് എന്നത്. മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിങ്ക് ചെയ്യുന്നതിലൂടെ ആധാറിൽ നിന്നുള്ള OTP, അതായത് ഇപ്പോൾ ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ സേവനങ്ങൾക്കും ആധാറിൽ നിന്ന് OTP ആവശ്യമാണ്. അതെല്ലാം വരുന്നെങ്കിൽ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യേണ്ടതാണ്. ചില OTP ഇമെയിലേക്കും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമെയിൽ ഐ ഡിയും ലിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് 2 രൂപത്തിൽ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ ആയ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റു ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ നേരിട്ട് ചെന്ന് നമ്മുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഫോൺ നമ്പർ മാറ്റം വരുത്തുവാൻ, അതായത് പഴയ നമ്പറും പുതിയ നമ്പറും നമ്മുടെ കയ്യിലുണ്ട്, രണ്ടിലേക്കും OTP ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ വഴി തന്നെ ആധാർ എന്നുള്ള ആപ്പ് വഴി ചെയ്യാവുന്നതാണ്. 2 രൂപത്തിലും ചെയ്യുന്നതിന് 75 രൂപയാണ് ആവശ്യമായിട്ടുള്ളത്. മൊബൈൽ വഴി നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ 75 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ല, നമ്മൾ അക്ഷയ സെൻറ്ററുകൾ ചെന്നാൽ അവിടെയും 75 രൂപ നൽകേണ്ടതുണ്ട്. പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ ലിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർ വിദേശത്താകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമായി വരികയാണെങ്കിൽ OTP ലഭിക്കുവാൻ അത് സൗകര്യപ്രദമായിരിക്കും. മൂന്നാമതായി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അതായത് പ്രത്യേകിച്ചും വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ. അതായത് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം തികഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻ്റ് അപ്ഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആധാറിലുള്ള അതുപോലെയുള്ള പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയിട്ടുള്ള രേഖ കൂടി നൽകി നിങ്ങളുടെ ഡോക്യുമെൻ്റിലുള്ള വിവരവും ആധാറിലുള്ള വിവരവും ഒന്ന് തന്നെയാണ് ചെയ്യുന്നതാണ് ആധാർ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ. മൊബൈൽ നമ്പറും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി വെബ്സൈറ്റിൽ കയറി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. എന്നാൽ അക്ഷയ സെൻറ്ററുകളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ 75 രൂപ അവിടെ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ആധാറിൽ എന്തെങ്കിലും തെറ്റുണ്ട്, മറ്റുള്ള രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ ആദ്യം ആധാർ തിരുത്തിയതിന് ശേഷം നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യുക. അതായത് പേര്, അഡ്രസ് കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്, വോട്ടർ ID കാർഡ്, അതുപോലെ പാസ്പോർട്ട്, ലൈസൻസ്, പാൻ കാർഡ് തുടങ്ങിയിട്ടുള്ള രേഖകൾ വെച്ച് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ നൽകാവുന്നതാണ്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് വർഷങ്ങളോളം ആയിട്ടുണ്ടാവാം.
ചിലപ്പോൾ അന്നുള്ള ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലാവാം. ഇത്തരം ആളുകൾ, അതായത് മാൻഡേറ്ററി ബയോമെട്രിക് അല്ല, നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാൻഡേറ്ററി ബയോമെട്രിക് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആധാറിലുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോൾ അന്നത്തെ ഹെയർ സ്റ്റൈലോ അതല്ല എന്നുണ്ടെങ്കിൽ അന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിൽ എന്തെങ്കിലും വലിയ മാറ്റം നമ്മുടെ ഫോട്ടോയുമായി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് വെറും 125 രൂപ മാത്രം നൽകിയാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ആധാറിൽ ആക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ആധാറിൽ ആക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ PSC, UPSC പോലെയുള്ള പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ആധാർ കാർഡിലുള്ള ഫോട്ടോയും നിങ്ങളുടെ ഫോട്ടോയും മാച്ച് ആകുന്നതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഞ്ചാമത്തെ കാര്യം. ചില ആളുകളുടെ ആധാർ കാർഡിൽ പേര്, ചില ആളുകളുടെ ആധാർ കാർഡിൽ ചിലപ്പോൾ ഇനീഷ്യൽ ഉണ്ടായിരിക്കുകയില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടാവും. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഉണ്ടായിരിക്കുകയില്ല, ജെൻഡർ വ്യത്യാസം ഉണ്ടാകാം, അഡ്രസ്സ് താമസം മാറിയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാകാം. തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ ചെന്ന് റെഡിയാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള തെറ്റുകൾ എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന് പറയുന്നത് ഭാവിയിൽ അതിനുള്ള രേഖകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി ആദ്യകാലങ്ങളിൽ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വെറും 3 രേഖകൾ മാത്രമേ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ സ്വീകരിക്കുന്നുള്ളൂ. പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്. മറ്റൊരു രേഖയും ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയായി സ്വീകരിക്കുന്നില്ല. അതുപോലെയാണ് പേരും. പേരിൽ ഇപ്പോൾ പണ്ട് ഏതെങ്കിലും ഗസറ്റ് ഓഫീസർ സൈൻ ചെയ്ത അഫിഡവിറ്റിയോ അതല്ലെങ്കിൽ MLA MP റിക്വസ്റ്റോ തുടങ്ങിയിട്ടുള്ള രേഖ പോലും പേര് തിരുത്തുവാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഫോട്ടോ ഉള്ള ID പ്രൂഫ് മാത്രമേ പേര് തിരുത്തുവാൻ സ്വീകരിക്കുകയുള്ളൂ. അത് തന്നെ പല റെസ്ട്രിക്ഷൻസും ഉണ്ടെന്നാണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ, പേര് ജീവിതത്തിൽ 2 പ്രാവശ്യം തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇതിലും കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആധാറിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് തിരുത്താവുന്നതാണ്. ആധാറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാം. ഇത്തരത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടാം.